നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ CRPF യൂണിറ്റിനെ 26-കാരി സിമ്രൻ ബാല നയിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ സിമ്രൻ ബാല ആരാണെന്ന ചോദ്യം ഉയരുകയാണ്. ഇതാദ്യമായല്ല, ഇതിനു മുൻപും സിമ്രൻ ബാല എന്ന പേര് നമ്മൾ എല്ലാവരും കേട്ടതാണ്. വെറും 26 വയസ്സ് മാത്രമുള്ളപ്പോൾ CRPF പുരുഷ ബറ്റാലിയൻ ടീമിനെ അത് നയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ അതിർത്തി നഗരമായ നൌഷേര സ്വദേശിനിയാണ്. രജൌരി ജില്ലയിൽ നിന്ന് CRPF ഓഫീസർ പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആണ് സ്മൃതി. 2023 ആദ്യ ശ്രമത്തിൽ ദേശീയ തലത്തിൽ 82ാം റാങ്ക് നേടിയാണ് UPSC സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പരീക്ഷ ജയിച്ചത്. നിലവിൽ CRPF അസിസ്റ്റന്റ് കമാൻഡറാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗത്തിലെ 140-ലേറെ പുരുഷ ഉദ്യോഗസ്ഥരെ നയിച്ചാണ് 26-ന് കർത്തവ്യ പഥിലൂടെ സിമ്രൻ ബാല ഇന്ന് മാർച്ച് നടത്തിയത്. മിസ് സിമ്രൻ ബാലയുടെ അസാധാരണമായ പ്രകടനവും ശാരീരിക ക്ഷമത, തന്ത്രപരമായ ആസൂത്രണം, ഭൗതിക ഇടപെടൽ എന്നിവ ഉൾപ്പെടുന്ന ഇൻഡോർ പരിശീലനത്തിലെ ഈ അചഞ്ചലമായ ശ്രദ്ധയുമാണ് അവർക്ക് അഭിമാനകരമായ അംഗീകാരം നേടാൻ ഇതിനു മുൻപും കഴിഞ്ഞിരുന്നു. ബെസ്റ്റ് ഇൻ ഇൻഡോർ അവാർഡ് അവരുടെ ശാരീരിക സഹിഷ്ണുതയിലെ കഴിവുകൾ മാത്രമല്ല, തന്ത്രപരമായ ചിന്തയും നേതൃഗുണവും എടുത്തുകാണിക്കുന്ന ഒന്നുണ്ടായതുകൊണ്ട് തന്നെയാണ് പുരുഷ ബറ്റാലിയനെ സിമ്രൻ തന്നെ നയിച്ചത്. സെൻട്രൽ റിസർവ് പോലീസ് സേനയിലെ ഒരു അസിസ്റ്റന്റ് കമാൻഡറിന് ആവശ്യമായ നിർണായക ഗുണങ്ങളാണ് ഇവയെല്ലാം. തോളിൽ നക്ഷത്രങ്ങൾ അരികിൽ ശക്തി എന്ന പരിപാടിയുടെ പ്രമേയം മിസ് സിമ്രൻ ബാലയുടെ യാത്രയെ മനോഹരമായി അസംഗ്രഹിച്ചിരുന്നു. തോളിൽ നക്ഷത്രങ്ങൾ അരികിൽ കരുത്തുന്ന പരിപാടിയുടെ പ്രമേയമാണ് മിസ് സിമ്രൻ ബാലയുടെ യാത്രയെ മനോഹരമാക്കുന്നത്. വെല്ലുവിളികളിലൂടെ ഉയർന്നു വരുന്നതും അവരുടെ ടീമിന്റെ പിന്തുണയും CRPFനെ നിർവചിക്കുന്ന ശക്തിയെയും പ്രതിരോധ ശേഷിയെയും പ്രതീകപ്പെടുത്തുന്നതുമാണ്. 56ാമത് ബാച്ചിലേക്കുള്ള മാസങ്ങൾ നീണ്ട കളഞ്ഞ പരിശീലനത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും ഈ പരിസമാപ്തിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പാസിംഗ് ഔട്ട് പരേഡ് തന്നെ ഒരു മഹത്തായ സംഭവമായി മാറിയപ്പോൾ അന്നും സ്മൃതിയെക്കുറിച്ച് നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു. അഭിമാനത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും മിശ്രിതത്തോടെ ചടങ്ങ് CRPFന്റെ മൂല്യങ്ങളെയും വ്യത്യസ്തതയോടെ സേവിക്കാൻ തയ്യാറുള്ള മിസ് സിമ്രൻ ബാലയെ പോലെയുള്ള യുവ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രതിഫലിപ്പിച്ചിരുന്നു. സിമ്രൻ ബാലയുടെ നേട്ടം പലർക്കും പ്രചോദനവും ഒക്കെയാണ്. ദൃഢനിശ്ചയം, ശക്തി, അചഞ്ചലമായ ശ്രദ്ധ എന്നിവ ഉണ്ടെങ്കിൽ മഹത്വം കൈവരിക്കാനാകുമെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. അവരുടെ നേട്ടം പലർക്കും പ്രചോദനമാണ്. നിശ്ചയദാർഢ്യം, ശക്തി, അചഞ്ചലമായ ശ്രദ്ധ എന്നിവ ഉണ്ടെങ്കിൽ മഹത്വം കൈവരിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. ഒപ്പം അതുപോലെ തന്നെ സ്മൃതിയെക്കുറിച്ച് വാനോളം ഉയർത്തുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഇത് ഏവർക്കും ഒരു എക്സാമ്പിളും ഒക്കെ തന്നെയാണ്.